നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതി സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ പുസ്തകോത്സവം ജൂൺ 6 മുതൽ 9 വരെ കളക്ട്രേറ്റ് മൈതാനിയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഔപചാരിക ഉദ്ഘാടനം 6-ന് എഴുത്തുകാരൻ എം മുകുന്ദൻ നിർവഹിക്കും. മേയർ മുസ്ലിം മഠത്തിൽ ആദ്യ വിൽപ്പന നടത്തും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷത വഹിക്കും. MLA-മാരായ KP മോഹനൻ, KV സുമേഷ്, പീപ്പിൾസ് മിഷൻ കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, CN ചന്ദ്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരിക്കും. തുടർന്ന് റീഡിംഗ് തിയേറ്റേഴ്സിന്റെ കലാപരിപാടികൾ അരങ്ങേറും. നമ്മുടെ പുസ്തകോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, കണ്ണൂരിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ M മുകുന്ദൻ. അദ്ദേഹമാണ് നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള ജനപ്രതിനിധികളെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഡോക്ടർ വി ശിവദാസൻ MP അദ്ദേഹമാണ് ഈ സംഘാടക സമിതിയുടെ ചെയർമാൻ. അദ്ദേഹത്തിന് ഇന്ന് എത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇല്ലാത്തത്. അദ്ദേഹമാണ് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത്. ജനപ്രതിനിധികളെല്ലാം ഉണ്ട്. നമ്മുടെ പുസ്തക വിൽപ്പന ഔപചാരികമായി രാവിലെ 9 മണിക്ക് തന്നെ തുടങ്ങും. ഗ്രന്ഥാലയങ്ങളൊക്കെ രാവിലെ 9 മണിക്ക് തന്നെ എത്തും. ഔപചാരികമായ വിൽപ്പന ഒരു ചടങ്ങ് കൂടി വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ കണ്ണൂർ കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട മേയറാണ് ആദ്യ വിൽപ്പന നടത്തുന്നത്. നമ്മുടെ MLA-മാരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ജനപ്രതിനിധികളുണ്ട്. ലൈബ്രറി കൗൺസിലിൻ്റെ പ്രതിനിധികളൊക്കെ ഉണ്ട്. അന്നത്തെ പ്രത്യേകത, അന്നത്തെ കലാപരിപാടി എന്നുള്ളത് റീഡിംഗ് തിയേറ്റർ. അതൊരു പുതിയ സങ്കേതത്തെ നമ്മൾ പരിചയപ്പെടുത്തലാണ്. നാടകത്തിൻ്റെ രംഗവായന എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞു, പുസ്തക വായന വ്യാപിപ്പിക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞു. ഇത് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ എല്ലാ ഗ്രന്ഥാലയങ്ങൾക്കും എങ്ങനെയാണ് റീഡിംഗ് തിയേറ്റർ, അതെങ്ങനെയാണ് ഗ്രന്ഥാലയത്തിൽ അവതരിപ്പിക്കേണ്ടത് എന്നതിൻ്റെ ഒരു പരിശീലനം നടത്തിക്കഴിഞ്ഞു. അതിനവർ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കൃതി ആദ്യം തിരഞ്ഞെടുത്ത് അതൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് 2-3 കഥാപാത്രങ്ങൾ അത് വായിച്ച് അവതരിപ്പിക്കുന്ന രീതിയാണ്. ആരോഹണ അവരോഹണ ക്രമത്തിൽ അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. നമ്മൾ റേഡിയോ നാടകമൊക്കെ കേൾക്കുന്നത് ശബ്ദം മാത്രമാണെങ്കിൽ ഇത് രംഗത്ത് ഇരുന്നു കൊണ്ട് അത് അവതരിപ്പിക്കുന്ന രീതിയാണ്. അതൊരു ആശയപ്രചരണത്തിനുള്ള നല്ലൊരു വേദിയായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. 7-ന് രാവിലെ 10 മുതൽ 12:30 വരെ വിവിധ പുസ്തകങ്ങളുടെ പ്രകാശനം. 3 മണിക്ക് നടക്കുന്ന സർഗാത്മക സ്വാതന്ത്ര്യം എന്ന വിഷയത്തിലുള്ള സെമിനാറിന്റെ ഉദ്ഘാടനം KEN കുഞ്ഞഹമ്മദ് നിർവഹിക്കും. ആർട്ടിസ്റ്റ് മദനൻ ഒരുക്കുന്ന MT സ്മരണയിൽ വരയും വർത്തമാനവും ഉണ്ടാകും. 8-ന് 10 മണി മുതൽ പുസ്തക പ്രകാശനം. 3 മണിക്ക് നടക്കുന്ന ജില്ലാ ലൈബ്രറിയൻ സംഗമം, വായനാ വസന്തം മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചറും സമാപനം 9-ന് രാവിലെ 10 മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, ഫോക്ലോർ അക്കാദമി സെക്രട്ടറി MV അജയകുമാർ എന്നിവർ പങ്കെടുക്കും. 11:30-ന് നിർവാഹക സമിതി അംഗം ഗ്രന്ഥാലോകം പത്രാധിപർ PVK പനയാൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ചെറുതും വലുതുമായ 73 പ്രസാധകരുടെ 146 സ്റ്റാളുകൾ മേളയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. പുസ്തകോത്സവത്തിലൂടെ ഈ വർഷം 2.5 കോടി രൂപയുടെ വിറ്റുവരവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, ജോയിന്റ് സെക്രട്ടറി VK പ്രകാശിനി, P ജനാർദ്ദനൻ മാസ്റ്റർ, മീഡിയ കമ്മിറ്റി കൺവീനർ KT ശശി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.